യുൻസുന്റെ വീട്ടിൽ വന്ന് ബെല്ലടിക്കുന്ന ഹോങ കാണുന്നത് ജംഗ്ഷൻ വന്ന് വാതിൽ തുറക്കുന്നതാണ്. അവൾ അത് പ്രതീക്ഷിക്കുന്നില്ല. അവളുടെ ഡിന്നർ പ്ലാൻ ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് ജംഗ്ഷൻ വന്നത് യുൻസുന്റെ അടുത്തേക്കാണെന്ന് അറിയുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ജംഗ്ഷൻ അവളെ കണ്ടിട്ട് പ്രത്യേകിച്ച് ഭാവവ്യത്യാസം ഒന്നും കാണിക്കുന്നില്ല. ഇവർക്കിടയിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ യുൻസു അവളെ ഫുഡ് കഴിക്കാനായിട്ട് അകത്തേക്ക് വിളിക്കും. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ യുൻസുവും ജംഗ്ഷനും കംഫർട്ടബിൾ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതൊക്കെ ഹോങ നോക്കിക്കൊണ്ടിരിക്കും. അവൾക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇത് സഹിക്കാൻ പറ്റാതെ അവള് പോവാണെന്ന് പറയും. ഡിന്നർ കഴിഞ്ഞിട്ട് പോയാൽ പോരെ, എന്താണ് പെട്ടെന്ന് പോകുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇയാള് ആകെ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത് പോലെ തോന്നുന്നു എന്ന് യുൻസു പറയുമ്പോഴത്തേക്കും ഇവിടെ ജംഗ്ഷന്റെ അടുത്താണ് ചോദിക്കുന്നത്, ഇന്നത്തെ ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പോവാണോ എന്ന്. അല്ല എന്ന് യുൻസു ആണ് അവളുടെ അടുത്ത് പറയുന്നത്. ജംഗ്ഷന്റെ അടുത്ത് ചോദിച്ച കാര്യത്തിന് ഇയാൾ എന്തിനാണ് മറുപടി പറയുന്നതെന്ന് അവള് യുൻസുവിന്റെ അടുത്ത് ദേഷ്യപ്പെടും. ഹോങ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് യുൻസുവിന് മനസ്സിലാവുന്നില്ല. ഇയാൾ സങ്കടപ്പെടുകയും ഞാൻ സന്തോഷിക്കുകയും ചെയ്യേണ്ട ഒരു ദിവസത്തില് നേരെ തിരിച്ചാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹോങ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. ഇവിടെ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അന്തം വിട്ട് നോക്കിക്കൊണ്ട് നിൽക്കും യുൻസു. ചെങ്ങു ആ ആക്ടറിനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അയാൾ ഒരു ക്ലബ്ബിൽ ഫ്രണ്ട്സിന്റെ കൂടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സെറ്റിൽ തിരിച്ചു വരണം എന്ന് പറയുന്നുണ്ടേ, നീ അത്രയ്ക്ക് വലിയ ആളായി പോയെന്നൊക്കെ ചോദിച്ചിട്ട് ഇയാള് എല്ലാവരുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ജംഗുവിനെ അടിക്കും. ജംഗു അന്നേരം എല്ലായിടത്തും പുറത്തു പോകാനായിട്ട് പറയും. നിങ്ങളുടെ പേരിൽ കുറച്ചു നാൾ മുമ്പ് ഒരു ഡ്രങ്ക് ഡ്രൈവിംഗ് കേസ് ഉണ്ടായിരുന്നു എന്നുള്ളത് മറന്നു പോകരുത്. അന്ന് അത് പുറത്തു വരാതിരിക്കാൻ നിങ്ങൾ കുറെ കഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം. പക്ഷെ ഇന്നായാലും അതിന് റിലവൻസ് ഉണ്ട്, ഇല്ലാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ ഒരു ന്യൂസ് പുറത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയർ എന്താവുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. അത് പുറത്തു കൊണ്ടുവരുന്നത് ഞാനായിരിക്കും. ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ അതായിരിക്കും സംഭവിക്കാൻ പോകുന്ന ജംഗു അയാളുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും നിവൃത്തിയില്ലാതെ അയാൾക്ക് ഷൂട്ടിങ്ങിന് തിരിച്ചു ചെല്ലാം എന്ന് സമ്മതിക്കേണ്ടി വരും. എനിക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് ഹിംസു പറയുമ്പോൾ ജംഗ്ഷൻ വിചാരിക്കും റെസ്റ്റോറന്റിനെ പറ്റിയാണെന്ന്. റെസ്റ്റോറന്റ് നഷ്ടത്തിലാണ്, അത് ഞാൻ ഉടനെ തന്നെ ലാഭത്തിലാക്കിക്കൊള്ളാം, അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ടെന്ന് അവൻ പറയും. അന്നേരമാണ് അവൻ അതിനെപ്പറ്റി യുൻസു അറിയുന്നത്. അതല്ല, ഹോങ്ങയെ പറ്റിയാണ്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താണ്, നിങ്ങളെ ഫ്രണ്ട്സ് ആയിട്ടിരിക്കാനായിട്ട് തീരുമാനിച്ചോ എന്ന് അവൾ ചോദിക്കും. ഞങ്ങൾ അല്ലെങ്കിലും ഫ്രണ്ട്സ് ആണല്ലോ, എന്തിനാണ് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാൻ തീരുമാനിക്കുന്നത്? ഞങ്ങളൊരു റിലേഷനിലായിരുന്നു, എന്നിട്ട് ബ്രേക്കപ്പ് ആയി, അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ അങ്ങനെയൊക്കെ ഒരു രീതിക്ക് ചിന്തിക്കേണ്ടേ ഉള്ളൂ, അല്ലെങ്കിൽ തന്നെ അത് ഓക്വേർഡ് ആവും. ഇപ്പൊ അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് അവൻ പറയും. അന്നേരം അവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ജംഗു യുൻസുനെ വിളിച്ചിട്ട് ആക്ടർ തിരിച്ച് സെറ്റിലേക്ക് പോകാൻ സമ്മതിച്ചു എന്ന് പറയും. അവൻ ശരിക്കും അവളുടെ വീടിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്, പക്ഷെ അവളോട് പറയത്തില്ല. ഇയാൾ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു ഫ്രണ്ടിന്റെ കൂടെയാണെന്ന് യുൻസു പറയും. ഞാൻ വിചാരിച്ചു ഇയാൾ സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന്, അപ്പൊ എൻജോയ് ചെയ്യുകയാണല്ലേ, എങ്കിൽ ശരി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോവുകയാണ്. ജംഗു തിരിഞ്ഞു നടക്കുമ്പോഴത്തേക്കിനും ജംഗ്ഷനും യുൻസുവും അവളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലേക്കാണ് പോകുന്നത്, അതുകൊണ്ട് ആരും പരസ്പരം കാണുന്നില്ല. ജംഗ്ഷൻ റെസ്റ്റോറന്റിലേക്ക് തിരിച്ചെത്തുമ്പോഴത്തേക്കും ഹോങ്ങ അവനെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽപ്പുണ്ടാവും. എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തതല്ല, നിനക്ക് ഒട്ടും കുറ്റബോധമില്ലേ? ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടെന്ന് ഹോങ്ങ ചോദിക്കുമ്പോൾ ഇയാളെ ശരിക്കും എനിക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്തു തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു തരാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ജംഗ്ഷൻ തിരിച്ചു ചോദിക്കും. അതിന് അവൾ ഇല്ലാന്ന് തന്നെയാണ് മറുപടി കൊടുക്കുന്നത്. പിന്നെന്തിനാണ് വെറുതെ എന്നോട് ദേഷ്യപ്പെടുന്നത്? ഇയാൾക്ക് ട്രീറ്റ് തരാനായിട്ട് ഞാൻ വരും എന്ന് പറഞ്ഞത് സത്യം, പക്ഷെ വരാൻ പറ്റത്തില്ല എന്ന് ഞാൻ വിളിച്ചറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് ഇയാൾ വഴക്കുണ്ടാക്കുന്നതെങ്കിൽ അത് ഞാൻ വീണ്ടും അപ്പോളജൈസ് ചെയ്യുന്നു. എനിക്കത് മാത്രമേ ചെയ്യാനായിട്ട് പറ്റൂ എന്ന് പറയും. ഞാൻ എന്തുകൊണ്ടാണ് ഇയാളെ കാണണം എന്ന് പറഞ്ഞതെന്ന് ഇയാൾക്കറിയാം. ഇന്ന് എന്ത് ദിവസമാണ്, എനിക്ക് എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് ഇയാൾക്കറിയാം. പിന്നെ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ഹോങ്ങ ചോദിക്കുമ്പോൾ എനിക്ക് യുൻസു ആണ് പ്രയോറിറ്റി, അതുകൊണ്ടാണ് ഞാൻ അവിടേക്ക് പോയതെന്ന് അവൻ പറയും. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ദേഷ്യം വരും. എന്തുകൊണ്ടാണ് എന്നെ കൺസിഡർ ചെയ്യാത്തത്, ഞാൻ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് ഇയാൾക്ക് അറിയാമല്ലോ, അതിനെക്കുറിച്ച് ഇയാൾക്ക് കുറച്ചെങ്കിലും ആലോചിച്ചുകൂടെയും ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് എപ്പോഴും യുൻസു തന്നെ ആയിരിക്കും എൻ്റെ പ്രയോറിറ്റി. ഇയാളുടെ ഫീലിങ്സ് ഇയാളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണ്, എനിക്ക് അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. എനിക്ക് എന്താണ് തോന്നുന്നതെന്ന് ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇയാളുടെ ഫീലിങ്സ് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഇയാൾ തന്നെ കണ്ടുപിടിക്കും. അത് ഇയാളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണ്. തെറ്റിദ്ധരിക്കുന്ന രീതിക്ക് ഞാൻ ഇതുവരെ തന്നോട് പെരുമാറിയിട്ടില്ല. ഇയാളെ ലൈൻ ക്രോസ് ചെയ്യത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ അതും ബുദ്ധിമുട്ടായിരിക്കും എന്ന് ജംഗ്ഷൻ പറയും. എന്തുകൊണ്ടാണ് ഇത്ര ക്രൂരമായിട്ട് എന്നോട് ഇയാൾ പെരുമാറുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കുറച്ചും കൂടി നന്നായിട്ട് ഇയാൾക്ക് എന്നോട് സംസാരിച്ചൂടെ, എനിക്ക് വേണ്ടിയിട്ട് കള്ളം പറഞ്ഞുകൂടെ എന്നൊക്കെ ഇവര് ചോദിക്കും. അതിനവൻ മറുപടി ഒന്നും പറയത്തില്ല. എന്നെ ചൂസ് ചെയ്യാത്തതിൽ ഇയാളെ കൊണ്ട് ഞാൻ റിഗ്രറ്റ് ചെയ്യിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഹോങ്ങ ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നത്. ജംഗ്ഷന്റെ അച്ഛൻ അവനെ കാണാനായിട്ട് വരും. ആ ഒരു ഷോ വിൻ ചെയ്തതിന് ശേഷം അവന്റെ ഒരു ഇന്റർവ്യൂ ഒരു മാഗസീനിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് സ്റ്റെപ്പ് സിബ്ലിങ്സ് അച്ഛന് കാണിച്ചു കൊടുത്തിട്ട് അവനെ മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ അവരെ കൂട്ടി നിന്റെ റെസ്റ്റോറന്റിലേക്ക് വരാനാണ് തീരുമാനിച്ചേക്കുന്നതെന്ന് അച്ഛൻ പറയുമ്പോൾ അവൻ സമ്മതിക്കുന്നുണ്ട്. അവന്റെ ഓർമ്മയിലുണ്ടായിരുന്ന കുട്ടിക്കാലത്തെ അച്ഛനും ഫ്രണ്ടിലിരിക്കുന്ന ആളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. ചില ആളുകൾ ഒത്തുപോകത്തില്ല, ഞാനും നിന്റെ അമ്മയും അങ്ങനെ ആയിരുന്നു എന്ന് അച്ഛൻ പറയുന്നുണ്ടെങ്കിലും അത് അച്ഛന്റെ വയലൻസിനുള്ള ഒരു എക്സ്ക്യൂസ് ആയിട്ടാണ് അവന് തോന്നുന്നത്.
അപ്പൂപ്പൻ നിനക്ക് തന്ന സ്ഥലം വിൽക്കരുതെന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ പോകുന്നത്. അവനത് സമ്മതിക്കും. അവന്റെ ഓർമ്മയില് അമ്മ നല്ല സുന്ദരിയായിരുന്നു. എല്ലാ കാലവും അച്ഛന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോ അമ്മ ഓരോ തവണയും ഓരോ പാർട്ട്നേഴ്സിനെ കണ്ടുപിടിക്കുമ്പോഴും അവർക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്ന് ജെൻസൺ അറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ രണ്ടുപേരുടെയും ലൈഫ് ഇങ്ങനെ കണ്ടു വളർന്നതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും കാണുന്നത് അവന് കംഫർട്ടബിൾ അല്ല. അവന്റെ ലൈഫ് അവർ രണ്ടുപേരും കാരണം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ട്, അവന്റെ ചിന്തകളും ഫീലിങ്സും എല്ലാം. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഓവർ റിയാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ ഹെസിറ്റേറ്റ് ചെയ്യുകയും അവന്റെ ഫീലിങ്സ് സപ്രസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിക്കായി പോയി ജീവിതത്തിനോടുള്ള അവന്റെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാട്. ഹോങ്ങ യുൻസുവിന്റെ ഓഫീസിലേക്ക് വരും. അവളുടെ സാധനങ്ങൾ എടുക്കാനാണ് വരുന്നത്. ഹെൽപ്പ് ചെയ്യാൻ വന്നതാണെന്നാണ് ക്യുങ് വിചാരിക്കുന്നത്. ഇനി ഞാൻ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, ഞാൻ അതുകൊണ്ട് പോവാണെന്ന് പറഞ്ഞിട്ട് അവളുടെ സാധനങ്ങളെല്ലാം എടുത്തു വെക്കും. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്, കുറച്ച് ദിവസം കൂടി നിന്നുകൂടെ, ഉടനെ തന്നെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ക്യുങ് അവളുടെ കൂടെ ചെല്ലുന്നുടനെ അവളാണെങ്കിൽ ക്യുങ്ങിനെ അവളുടെ കൂടെ കൂട്ടി കൊണ്ടുപോകാനായിട്ട് നോക്കും. എന്തായാലും ഉടനെ തന്നെ യുൻസുവിനെ ആ ഡ്രാമയെന്ന് പറഞ്ഞു വിടും. അങ്ങനെ ആകുമ്പോൾ ഇയാൾക്കും ജോലി ഇല്ലാതാവും. എന്റെ കൂടെ വരുവാണെങ്കിൽ ഞാൻ യുൻസു തരുന്നതിനെക്കാട്ടിലും കൂടുതൽ പൈസ ഇയാൾക്ക് തരാം. ഇയാൾക്ക് എന്തായാലും ജോലി വേണമല്ലോ, ആരെങ്കിലും കൂടെ നിൽക്കുന്നത് നല്ലതല്ലേ. എന്റെ കൂടെ വരുവാണെങ്കിൽ ഞാൻ ജോലി ഉറപ്പ് തരാം എന്നൊക്കെ അവൾ പറയും. പക്ഷെ ക്യുങ് അവളുടെ കൂടെ പോകാനായിട്ട് സമ്മതിക്കത്തില്ല. കുറച്ചും കൂടി നന്നായിട്ടൊക്കെ പെരുമാറാൻ പഠിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹോങ്ങയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ഹോങ്ങയുടെ പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ തന്നെ യുൻസുവിന് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. ജെൻസന്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ബോധ്യമായി. അതുകൊണ്ട് തന്നെ ക്യുങ്ങിന്റെ അടുത്ത് പറയും ഞങ്ങൾക്ക് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം. എന്നിട്ട് ഹോങ്ങ അടുത്ത് ചോദിക്കും, ഇയാൾക്ക് ജെൻസനെ ഇഷ്ടമായതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഞാൻ ആലോചിച്ചിട്ട് ആ ഒരു റീസൺ മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണ്, പക്ഷെ അത് ജെൻസനും ഇയാളെ ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഹോങ്ങ വിചാരിക്കും അവളെ ജെൻസൺ റിജക്ട് ചെയ്തതെല്ലാം അവൻ യുൻസുവിന്റെ അടുത്ത് പറഞ്ഞു. ജെൻസൺ ഇയാളെ ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ട് എല്ലാം ആയി എന്നൊരു വിചാരം തനിക്കുണ്ടോ? എപ്പോഴത്തെയും പോലെ ഇപ്പോഴും ഇയാൾ തന്നെയാണ് ജയിച്ചേക്കുന്നത്. ആ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കാലത്ത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് പോലും നീ ഓർത്തില്ലല്ലോ എന്നൊക്കെ ഹോങ്ങ യുൻസുവിന്റെ അടുത്ത് പറയും. യുൻസു തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ സത്യം മുഖത്ത് നോക്കി ചോദിച്ചു. അത് ഹോങ്ങയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോഴും നീ ജയിച്ചിട്ടുണ്ടാവും, പക്ഷെ ഇനി അങ്ങോട്ട് ജയം നിന്റേതായിരിക്കത്തില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഹോങ്ങ പോകുന്നത്. യുൻസു വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും നമുക്ക് പുറത്ത് പോയി നല്ല ഫുഡൊക്കെ കഴിക്കാന്ന് പറഞ്ഞാൽ ക്യുങ് അവിടെയും വിളിച്ചോണ്ട് പോകുന്നത് ഗുഡ് സൂപ്പിലേക്കാണ്. അവിടെ നല്ല ഫുഡാണെന്ന് യുൻസു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്യുങ് ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ജെൻസൺ അവരെ കാണാനായിട്ട് വരും. അവർ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നേരത്തെ അവർക്ക് പരിചയം ഉണ്ടായിരുന്നു എന്ന് ക്യുങ്ങിന് മനസ്സിലാവും. അവളാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇവർക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് മാറി കൊടുക്കുകയൊക്കെ ചെയ്യും. ജെൻസൺ യുൻസുവിനെ കൂട്ടി റൂഫ് ടോപ്പിലേക്ക് പോകും. ഞാൻ ഹോങ്ങയായിട്ട് സംസാരിച്ചിരുന്നു എന്ന് അവള് പറയുമ്പോൾ എന്താണ് സംസാരിച്ചതെന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ എനിക്ക് മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് ജെൻസൺ അവളോട് പറയും. അവൻ എപ്പോഴും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരുന്നു എന്ന് അവൾക്കറിയാം. ഹോങ്ങയായിട്ട് ഇയാളുടെ പേരിൽ വഴക്കുണ്ടാവുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടെന്ന് അവൾ പറയുമ്പോഴത്തേക്കിനും ഇയാൾക്ക് ഈ റിലേഷനുമായിട്ട് മുന്നോട്ട് പോകണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് തുറന്നു പറയണം. കാരണം ഒരിക്കൽ എന്റെ സ്നേഹം കണ്ടില്ല എന്ന് വെച്ചിട്ട് എന്നെ ഇയാൾ റിജക്ട് ചെയ്തതാണ്. അത് വീണ്ടും സംഭവിക്കുമോ എന്നുള്ള പേടി എനിക്കുണ്ടെന്ന് ജെൻസൺ അവളോട് തുറന്നു പറയും. ഞാനൊരിക്കലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിക്ക് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്തിട്ടില്ല. ഇയാളെ ഞാൻ ഒരിക്കലും കൺഫ്യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് എന്താണോ തോന്നുന്നത്, എന്താണോ എന്റെ ഫീലിങ്സ്, അത് ഞാൻ കൃത്യമായി ഇയാളോട് പറഞ്ഞിട്ടുണ്ട്. ഇയാളാണ് അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാതിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇയാളുടെ ഫീലിങ്സിൽ ഉറച്ചു നിൽക്കുന്നുമില്ല. അങ്ങനെ ഒരു ഉറപ്പില്ലാത്ത റിലേഷനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് പേടിയുണ്ടെന്ന് അവൻ പറയും. അവളുടെ പെരുമാറ്റം എത്രമാത്രം ജെൻസനെ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് യുൻസുവിന് മനസ്സിലാവും. ഞാൻ എന്നെപ്പറ്റി മാത്രമേ ചിന്തിച്ചുള്ളൂ, ഇയാളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഞാൻ കാര്യമായിട്ട് ആലോചിച്ചിട്ട് ഇയാൾക്ക് ഇതിനൊരു മറുപടി തരുന്നതായിരിക്കും എന്ന് ജെൻസന്റെ അടുത്ത് അവൾ പറയും. എന്റെ ഡ്രാമ വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടു, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിച്ചിട്ട് ഹോങ്ങ ജംഗുവിനെ കാണാനായിട്ട് വരും. ഇയാൾ ഓൾറെഡി ഒരു കോമ്പറ്റീഷൻ വിൻ ചെയ്തതാണ്. അപ്പോൾ ആ പ്രൊഡക്ഷൻ കമ്പനി ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവും. അവരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് അവൻ പറയും. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയണ്ട, ഞാൻ ഇയാളുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് തീരുമാനിച്ച് വന്നതാണ്. എനിക്ക് ആകെയുള്ള ഡിമാൻഡ് യുൻസുവിനെക്കാട്ടിൽ കൂടുതൽ സാലറി എനിക്ക് വേണമെന്നാണ് ഹോങ്ങ പറയുന്നത്. അത് ജംഗു സമ്മതിക്കത്തില്ല. അതിന് പറ്റത്തില്ല. കാരണം ഓൾറെഡി യുൻസുവിന്റെ ഡ്രാമ ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. യുൻസുവിന് ഇൻഡസ്ട്രിയിൽ ഒരു പേരുണ്ട് ഇപ്പോൾ. അങ്ങനെ ഒരാൾക്ക് കിട്ടുന്ന സാലറിയും ഇയാൾക്ക് കിട്ടുന്ന സാലറിയും ഒന്നാണോ എന്ന് ഇയാൾക്ക് എങ്ങനെ പറയാനായിട്ട് പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഇയാൾക്ക് യുൻസുവിനെ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ പെരുമാറുന്നതെന്ന് അവൾ ചോദിക്കും. അവളുടെ ആ സംസാരം അന്നേരം തന്നെ ജംഗു ബ്ലോക്ക് ചെയ്യും. എന്റെ കൂടെ വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് മര്യാദകളൊക്കെ പാലിക്കണം. ആദ്യം എന്റെ വിശ്വാസം നേടിയെടുക്കണം, അല്ലാതെ ആവശ്യമില്ലാതെ ഇങ്ങനെ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. പിന്നെ യുൻസുവിനും ഇയാൾക്കും ഒരേ സാലറി തരാനായിട്ട് പറ്റത്തില്ല. ഞാൻ പറഞ്ഞ കൂട്ട് യുൻസു ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയി. ഇയാളുടെ സ്ക്രിപ്റ്റ് എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും ഇയാൾക്ക് ഇൻഡസ്ട്രിയിൽ ഒരു പേര് വന്നിട്ടില്ല. അതിനുശേഷം മാത്രമേ ഞാൻ അതിനെപ്പറ്റി ആലോചിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അവളെ അവിടുന്ന് പറഞ്ഞു വിടുന്നത്. ജംഗു യുൻസുവിനെ കാണാനായിട്ട് വരും. ഹോങ്ങ വന്ന് കണ്ട കാര്യവും പറഞ്ഞ കാര്യങ്ങളും എല്ലാം അവളോട് പറയും. ഹോങ്ങയുടെ സ്ക്രിപ്റ്റ് നല്ലതായിരുന്നു, എനിക്കിത് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഹോങ്ങയുടെ പേഴ്സണാലിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല.
അതുകൊണ്ട് അതുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് അവൻ പറയുമ്പോൾ പേഴ്സണാലിറ്റി ഇഷ്ടപ്പെടുന്ന എന്തിനാണ്? ഹോങ്ങെ കല്യാണം കഴിക്കാനൊന്നും പോവല്ലോ. സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ സാധാരണ എന്താണ് ചെയ്യുന്നത് ആ രീതിക്ക് അത് ജഡ്ജ് ചെയ്തിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവൾ അവനോട് പറയും. എന്നിട്ട് ചോദിക്കും, ഞാൻ ഒരു കാര്യത്തിലും സീരിയസ് അല്ലേ? അങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ അയാൾ ഇയാളെ തെറ്റായിട്ടാണ് ജഡ്ജ് ചെയ്തത്. ഇയാൾ ആവശ്യത്തെ കൂടുതൽ ചിന്തിക്കും എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ആവശ്യമില്ലാതെ ചിന്തിച്ച് സമയം കളയരുതെന്നാണ് ഞാൻ പറയുന്നത്. ഇയാളുടെ ഇപ്പോഴത്തെ റിയാലിറ്റി എന്ന് പറയുന്നത് ഞാനാണ്. അതുകൊണ്ട് കിട്ടാത്ത ഒരാളെ പറ്റി ആലോചിച്ച് സമയം കളയാതെ എൻ്റെ അടുത്തേക്ക് വരാനായിട്ട് അവൻ പറയും. ജംഗ്ഷന്റെ ഷോ ടെലികാസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവന്റെ പോപ്പുലാരിറ്റി കൂടും. ഹാൻസം ആയിട്ടുള്ള ഷെഫിനെ കാണാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാരും അവിടേക്ക് വരുന്നത്. റിസർവേഷൻ ഒക്കെ കുറെ നാളത്തേക്ക് ഫുള്ളാണ്. ബാക്കി എല്ലാവർക്കും ഇതൊക്കെ കാണുമ്പോൾ സന്തോഷമാണ്. ഡ്രാമയുടെ അടുത്ത എപ്പിസോഡും ടെലികാസ്റ്റ് ചെയ്യും. യുൻസു എഴുതിയതുപോലെ ഒന്നുമല്ല അവർ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. കഥയായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇതെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്കും അവൾ പ്രൊഡ്യൂസറിനെ കാണാനായിട്ട് ചെയ്യും. എനിക്ക് ഈ രീതിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല, എന്റെ കഥയല്ല അവരിപ്പോൾ ഷൂട്ട് ചെയ്യുന്നതെന്ന് അവൾ പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും സഹിച്ച് മുന്നോട്ട് പോകാനാണ് പ്രൊഡ്യൂസർ പറയുന്നത്. റൈറ്റർ പാർക്കിനെ മാത്രമല്ല വേറെ 2-3 പേരെയും ഡയറക്ടർ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെയാണ് ഇപ്പോൾ സ്ക്രിപ്റ്റ് നോക്കുന്നത്. പക്ഷേ പുറത്താർക്കും ഇതൊന്നും അറിയത്തില്ല. റൈറ്ററുടെ പേര് യുൻസു എന്ന് തന്നെയായിരിക്കും ഡ്രാമ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ പുറത്ത് വരുന്നത്. അതുകൊണ്ട് ഇത് സഹിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ഡ്രാമ തീരുന്നവരെങ്കിലും യുൻസു ആയിരിക്കും അതിന്റെ റൈറ്റർ. അത് യുൻസുവിനും ഗുണം ചെയ്യത്തേ ഉള്ളൂ. പകുതിക്ക് വെച്ച് കളഞ്ഞിട്ട് പോകരുതെന്നൊക്കെ പ്രൊഡ്യൂസർ അവളോട് പറയും. യുൻസുവിന്റെ വിഷമം കണ്ടിട്ട് ക്യുങ് ജംഗുവിനെ കാണാനായിട്ട് വരും. എനിക്കിതിലൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല, റേറ്റിംഗ്സ് ഡ്രോപ്പ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ ഈ റൈറ്ററുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് ഡയറക്ടറുടെ അടുത്തും പറയാൻ പറ്റത്തില്ല എന്ന് അവൻ പറയും. എന്ത് വന്നാലും യുൻസുവിനെ പറഞ്ഞു വിടത്തില്ല എന്നുള്ള ഉറപ്പ് ക്യുങ് അവൻ്റെ നിന്ന് വാങ്ങിക്കും. അന്നേരമാണ് ജൂഹ അവിടേക്ക് വരുന്നത്. ജൂഹ ഇപ്പോൾ ഈ ഒരു ഡ്രാമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അവൻ എന്തെങ്കിലും പറയാം, എന്നിട്ട് പോലും അവൻ പറയുന്നില്ല എന്നുള്ള ദേഷ്യം ക്യുങ്ങിനുണ്ട്. അതുകൊണ്ട് തന്നെ അവനോട് സംസാരിക്കാതെയാണ് അവിടുന്ന് പോകുന്നത്. ജൂഹ വെറും ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ മാത്രമാണ്, അവന്റെ അഭിപ്രായത്തിന് അവിടെ വിലയൊന്നും ഇല്ല എന്ന് ക്യുങ്ങിന് അറിയത്തില്ല. അവിടുത്തെ അവസ്ഥ എന്താണെന്ന് ജംഗുവിന്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് അവൻ വരുന്നത്. വേറെ 2-3 റൈറ്റേഴ്സ് ഉണ്ട്. അവർക്ക് എന്തായാലും യുൻസുവിനെ പറഞ്ഞു വിടാനൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ യുൻസു സ്വന്തമായിട്ട് ക്വിറ്റ് ചെയ്യണം. പക്ഷെ അവൾ പിടിച്ചു നിൽക്കുന്നതാണ് നല്ലത്. അങ്ങനെ ആവുമ്പോൾ ഒരു ഡ്രാമ സ്വന്തം പേരിൽ ടെലികാസ്റ്റ് ചെയ്തു എന്ന് പറയാലോ എന്ന് അവൻ പറയുമ്പോഴത്തേക്കിനും യുൻസുവിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആ ഒരു രീതിക്ക് എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല എന്ന് ജംഗു പറയും. ജംഗു ജംഗ്ഷനെ കാണാനായിട്ട് വരും. ഇയാൾക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിക്കോ മറ്റൊരാളെ ഇഷ്ടമാണെങ്കിൽ ഇയാൾ ആ റിലേഷനുമായിട്ട് മുന്നോട്ട് പോകുമെന്നവൻ ജംഗ്ഷന്റെ അടുത്ത് ചോദിക്കും. ഞാൻ മുന്നോട്ട് പോകും, കാരണം എന്റെ ഭാഗത്തുനിന്ന് ട്രൈ ചെയ്തില്ല എന്നുള്ള ഒരു കുറ്റബോധം പിന്നീട് എനിക്ക് തോന്നാനായിട്ട് പാടില്ല എന്ന് ജംഗ്ഷൻ മറുപടി കൊടുക്കും. ആ മറ്റൊരാൾ ഞാനാണെങ്കിലോ എന്ന് ജംഗു ചോദിക്കുമ്പോൾ ആരാണെങ്കിലും ഞാൻ അത് തന്നെ ചെയ്യും എന്നാണ് അവൻ പറയുന്നത്. കുറച്ചു നേരം ആലോചിച്ചിട്ട് അടുത്ത ആഴ്ച ഞാൻ പ്രപ്പോസ് ചെയ്യാനായിട്ട് പോവുകയാണ്, അത് ഗുഡ് ഷോപ്പിൽ വെച്ച് തന്നെ വേണമെന്ന് ആണ് എൻ്റെ ആഗ്രഹം എന്ന് ജംഗു ജംഗ്ഷന്റെ അടുത്ത് പറയും. അവനാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഹാപ്പി ആവും. ആ പെൺകുട്ടി യുൻസു ആണെന്ന് അവൻ അറിയത്തില്ലല്ലോ. ഇയാളുടെ പ്രപ്പോസല് മെമ്മറബിൾ ആക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ എൻകറേജ് ചെയ്യുന്ന രീതിക്കാണ് ജംഗ്ഷൻ സംസാരിക്കുന്നത്. യുൻസുന്റെ അച്ഛനും അമ്മയും അനിയത്തിയും അവളെ കാണാനായിട്ട് വരും. അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒരു കുട്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ യുൻസുമായിട്ടുള്ള അവളുടെ റിലേഷനിലും ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ടൊക്കെയാണ് ഇപ്പോൾ യുൻസുവിന്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയാം. കുറച്ച് നാളും കൂടി പിടിച്ചു നിൽക്കാനാണ് എല്ലാവരും അവളോട് പറയുന്നത്. എല്ലാവരും കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞതെങ്കിലും കുറച്ച് ആലോചിച്ചിട്ട് ക്വിറ്റ് ചെയ്യാൻ തീരുമാനിക്കും യുൻസു. അവൾ അത് വന്ന് പ്രൊഡ്യൂസറുടെ അടുത്ത് പറയും. നമ്മുടെ ഇൻഡസ്ട്രി എങ്ങനെയാണെന്ന് അറിയാലോ, കുറച്ച് നാളും കൂടി പിടിച്ചു നിൽക്കുവാണെങ്കിൽ ഇയാളുടെ സ്വന്തം പേരിൽ ഒരു ഡ്രാമ ടെലികാസ്റ്റ് ചെയ്തു എന്ന് എല്ലാവരുടെ പറയാം. ഭാവിയിൽ അത് ഇയാൾക്ക് ഗുണം ചെയ്യത്തേ ഉള്ളൂ എന്ന് അയാൾ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ഡ്രാമയല്ല. അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് താല്പര്യമില്ല എന്ന് അവൾ ഉറപ്പിച്ച് പറയും. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ജംഗ്ഷനെ ഓർത്തിട്ട് അവൾ അവനെ വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ അവൻ എല്ലാവരുടെയും കൂടെ പ്ലേ ഗ്രൗണ്ടിലായിരിക്കും. അതുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ജംഗു അവളെ വിളിക്കും. ഇത് സംഭവിക്കുമെന്ന് അവൻ ഓൾറെഡി അറിയായിരുന്നു. എന്നെ ഓഫീസിൽ വന്ന് കാണാനായിട്ട് യുൻസുവിന്റെ അടുത്ത് അവൻ പറയും. ജംഗു വഴക്ക് പറയുന്ന യുൻസു വിചാരിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും പറയത്തില്ല. ഓൾറെഡി അവളുടെ അവസ്ഥ അവൻ അറിയായിരുന്നു. കുറച്ചു നാളും കൂടി സഹിച്ച് മുന്നോട്ട് പോകാനാണ് എല്ലാവരും എന്നോട് പറയുന്നത്. അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ കഥയല്ല, അത് എൻ്റെ ഡ്രാമയല്ല. അത് ഭാവിയിലും ഒരു രീതിക്കും എനിക്ക് ഗുണം ചെയ്യത്തില്ലെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഈ ഡയറക്ടറായിട്ട് ഒത്തുപോകാൻ പറ്റത്തില്ല എന്നുള്ള സൂചനകൾ ആദ്യം തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ പേരിൽ ഒരു ഡ്രാമ ടെലികാസ്റ്റ് ചെയ്ത് കാണണം എന്നുള്ള കൊതി കൊണ്ടാണ് ഞാൻ അതൊക്കെ കണ്ടില്ല എന്ന് വെച്ചത്. അവസാനം അത് ഈ ഒരു രീതിയിലാണ് അവസാനിച്ചത്. എൻ്റെ അഭിമാനം പണയം വെച്ചിട്ട് ഇനി എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് യുൻസുകാരെ ജംഗു അവളുടെ കണ്ണീര് തുടച്ചു കൊടുക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവളുടെ കൈ പിടിക്കുമ്പോഴത്തേക്കും അവളത് മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൻ വിടത്തില്ല. ഈ ഒരു അവസ്ഥയിലും നമുക്കിടയിൽ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യാനായിട്ട് ഇയാള് മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ജംഗു യുൻസുവിന്റെ അടുത്ത് ചോദിക്കും. ഞാൻ കാരണം ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം.
എത്ര അപ്പോളജൈസ് ചെയ്താലും അതിന് പകരമാകത്തില്ലെന്ന് എനിക്കറിയാമെന്ന് യുൻസു ജംഗുവിന്റെ അടുത്ത് പറയും. ഒരുപക്ഷെ ഇയാളെ ക്വിറ്റ് ചെയ്ത് പോയി കഴിയുമ്പോൾ ഇതിന്റെ റേറ്റിംഗ്സ് കൂടാനായിട്ട് സാധ്യതയുണ്ട്. അന്നേരം ഇയാൾക്ക് റിഗ്രറ്റ് തോന്നും. അതുകൊണ്ട് വേണമെങ്കിൽ ഇയാളുടെ ഡിസിഷൻ ഇപ്പൊ വേണമെങ്കിലും മാറ്റാമെന്ന് ജംഗു അവളുടെ അടുത്ത് പറയും. വേണ്ടാന്നാണ് അവൾ അതിന് മറുപടി കൊടുക്കുന്നത്. ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. എന്റെ ആത്മാഭിമാനം പണയം വെച്ചിട്ട് ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ആ ക്രൂവായിട്ട് സഹകരിച്ച് പോകാനായിട്ട് പറ്റത്തില്ല. എന്റെ നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസം വീണ്ടെടുക്കണമെങ്കിൽ ഞാൻ ഇനിയും എഴുതി തുടങ്ങണം. അതിന് എന്റെ ഈ തീരുമാനമാണ് നല്ലതെന്ന് യുൻസു പറയുമ്പോൾ ജംഗു സമ്മതിക്കും.